ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് പെപ്പർ കൊണ്ടൊരു ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എല്ലാവർക്കും കട്ടിംഗ് ബോർഡ് വെജിഷയിലേക്ക് സ്വാഗതം. ചിക്കൻ ഫ്രൈ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യത്തിനുള്ള കുരുമുളക് ഇതാ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇറുത്തിടുക. നമ്മൾ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് എടുക്കണം. ഇനി നമുക്ക് ഫൈനായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഒരു 20ഓളം വെളുത്തുള്ളി ഉണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. ഇഞ്ചി, 10 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം എന്താ ഏകദേശം ഫൈനായിട്ട് പേസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് ചിക്കൻ ഫ്രൈക്കുള്ള പീസസ് ആണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാവേ. പേസ്റ്റ് എല്ലാം തന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാമേ. ഇനി 1/2 ലെമൺ, 1 ടീസ്പൂൺ ലെമൺ ആ ഒരു കണക്കിന് എടുത്താൽ മതി. സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് പെപ്പർ പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എരിവിന് വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. കൈ വെച്ച് തന്നെ നന്നായിട്ട് അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് നല്ല പേസ്റ്റ് ആക്കി കിട്ടും. ഇനി അടുത്തത് നമുക്ക് ഹങ്കേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഹങ്കേർഡിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത തൈര്, കട്ടി തൈരാണ്. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം എന്തേ ഏകദേശം അരമണിക്കൂറായി. 1/4 കപ്പ് ഓയിൽ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാനിൽ ഓരോ പീസസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണമെങ്കിൽ പീസസ് എല്ലാം ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓയിൽ വേണ്ട. ഇതേപോലെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. ഇതിപ്പോൾ ഓയിൽ കുറച്ചാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാരണം അടച്ചു വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കും. ഇതിൻ്റെ വെള്ളം തന്നെ ഇതേപോലെ ഊറി വരും. ഇനി നമ്മുടെ നല്ല ഫ്രഷ് ബനാന ലീഫ് വെച്ചാണ് ഞാനിവിടെ അടച്ചു കൊടുക്കുന്നത്. അതിൻ്റെയും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇതേപോലെ അടച്ചു വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടോ, ബനാന ലീഫ് നന്നായിട്ട് ഷ്രിങ്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാൻ. കണ്ടോ, വെള്ളം കണ്ടോ ഊറി വന്നിട്ടുള്ളത്. ഇനി കുറച്ച് നേരം ഈ വെള്ളത്തിൽ കിടന്ന് ഒരു സൈഡ് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ ആയതിനു ശേഷം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു കളർ ചേഞ്ച് വന്നല്ലോ. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ തിരിച്ചിടുന്ന ഭാഗവും കൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാനിവിടെ ഡീപ്പായിട്ടുള്ള ഫ്രൈയിങ് അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈയിങ് ആണ്. അപ്പോഴേ സോഫ്റ്റായിട്ട് നമുക്ക് നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് എല്ലാം നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നും കൂടെ നമ്മൾ ഇതേപോലെ അടച്ചു വയ്ക്കുക. ആ ബനാനയുടെ ലീഫിൻ്റെ ഫ്ലേവറും കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, വെള്ളം വീണ്ടും ഇതിൻ്റെ വെള്ളം ചെറുതായിട്ടിങ്ങനെ ഊറി വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് തന്നെ അതിൻ്റെ വെള്ളം കുറച്ചുകൂടെ അതിലേക്ക് ഉണ്ട്. നമ്മുടെ ഫ്രഷ് പെപ്പറാണ് കേട്ടോ. ചിക്കനിൽ പിടിച്ചിരിക്കുന്നില്ലേ, അത് നല്ല ഫ്രഷ് പെപ്പറാണേ. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. വേറെ നമ്മൾ മസാലയൊന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. നല്ല ബനാന ലീഫിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു പ്രിപ്പറേഷനാണ്. ഫ്രഷ് പെപ്പർ കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ നേരത്തെ ചെയ്യാത്തത്. ഇപ്പം അത് കിട്ടി, അതുകൊണ്ട് ചെയ്യാൻ പറ്റി. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. ഒരുപാട് സ്പൈസി ഒന്നും അല്ല. ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ മറ്റടുത്ത ദിവസം കാണാം. ബൈ ബൈ.